ഹായ്. ഇന്ന് എൻ്റെ കഴിഞ്ഞ മാസം ഞാൻ ചെയ്ത 2 വർഷവും 9 മാസവും പഴക്കമുള്ള വിയറ്റ്നാം എയർലി പ്ലാവിൻ്റെ ചക്ക ഒത്തിരി ആളുകൾ ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ടതിൽ കേരളം കണ്ട ഏറ്റവും പ്രശസ്തനായ ഒരാളും ആ ചക്കകാരിയെത്തി. എൻ്റെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സഹോദരതുല്യനായ സുപ്രസിദ്ധ ചലച്ചിത്ര താരം ശ്രീ രാജേഷ് കോട്ടപ്പിടിക്ക് ഒരു പഴഞ്ചക്ക കൊടുക്കാൻ ഇന്ന്. ഇത് എത്ര വർഷം പഴക്കമുള്ള പ്ലാവാണ് രാജേഷ് ഭായി കണ്ടിട്ട്? ഒരു 3 വർഷം അല്ലേ? അതെ അതെ. ഈ പൈനാപ്പിൾ ഇങ്ങനെ നിന്നിട്ട് പോലും എൻ്റെ കസ്റ്റമേഴ്സിന് ഇത് 3 വർഷം പ്രായമായ പ്ലാവല്ല, 7 കൊല്ലം പ്രായമായ പ്ലാവാന്നാണ് പറയുന്നത്. രസം കേട്ടോ, ഒരു പൈനാപ്പിളിന്റെ കാലാവധി 3 കൊല്ലമാണ്. അവന്റെ സ്ഥലങ്ങളിലൊന്നും ഈ പ്ലാവ് വളരുന്നില്ല, അദ്ദേഹം വളം കൊടുക്കുന്നില്ല. ഞാനിങ്ങനെ ഒരിക്കലും 3-ാം കൊല്ലം പ്ലാവത്തെ കയറിയിരിക്കാൻ പറ്റുമല്ലോ, ചക്ക ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അവസാനം അതിൻ്റെ ഒരു സുകുമാരൻ, ഒരു രാജൻ പിള്ള, ഇങ്ങനെ ആൾക്കാർ ക്രൂരമായി അധിക്ഷേപിച്ചേക്കുവാണ്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, സഹോദര, എറണാകുളം ജില്ല, കോട്ടയം ജില്ല, ഇടുക്കി ജില്ല, പത്തനംതിട്ട ജില്ല, തൃശ്ശൂർ ജില്ലയുടെ കുറേ ഭാഗങ്ങളും പാലക്കാട് ജില്ലയുടെ കുറേ ഭാഗങ്ങളിലും മാത്രമേ വിയറ്റ്നാം എയറിൽ വാച്ച് കയറിപ്പോരുള്ളൂ ഭൂപ്രകൃതി. ഇപ്പോൾ കൊല്ലം, ആലപ്പുഴ, അതുപോലെ തന്നെ പല സ്ഥലങ്ങളും മണ്ണിൽ ഉപ്പുരസമുണ്ട്, കായൽ മണ്ണാണ്. അവിടെ വളരുന്നത് തെങ്ങാണ്. അവിടെ പ്ലാവ് വളരില്ല. വളർന്നാൽ തന്നെ അതിൻ്റെ വളർച്ച 2 കൊല്ലം കൊണ്ട് വളരേണ്ടത് 5 കൊല്ലം കൊണ്ടേ വളരുള്ളൂ. ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല രാജേഷ് ഭായി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും ഞാൻ എന്തായാലും ഈ പഴുത്ത ഒരു ചക്ക അങ്ങേക്ക് തരാൻ കഴിഞ്ഞതിൽ, പച്ചച്ചക്കയുണ്ട്, നമുക്കിടാം. ഞാൻ പഴുത്ത ചക്ക വരണം. ശരി. ഞാനിത് അദ്ദേഹത്തിന് കൈമാറുകയാണ്. അദ്ദേഹം തന്നെ അത് ഏറ്റുവാങ്ങണം. മുളഞ്ഞ് പറ്റിക്കരുത്. ചക്കയുടെ മുളഞ്ഞതിൻ്റെ പഴമാണ്, നിലത്തി അടിച്ച് കളയരുത്. അപ്പോൾ ഈ കൊല്ലത്തെ ആദ്യത്തെ ചക്ക സാജൻ ചേട്ടൻ്റെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടി. അതും വിയറ്റ്നാം ചക്ക, 3 വർഷം പ്രായമുള്ള പ്ലാവിൽ നിന്നും കിട്ടിയ ഒരു പഴഞ്ചക്കയാണ്. ഇത് ഞങ്ങൾ അകത്താകാർക്കും നമ്മളൊരു കലക്കും. അതെ. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോകൾക്ക് സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ. ഹലോ മിസ്റ്റർ ഡിസൂസ, എങ്ങോട്ട് നോക്കിയേ? ഹായ് നമസ്കാരം. വർഷങ്ങൾക്ക് ശേഷം അതെ കടയിൽ എപ്പോഴും വരും, പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഈ കരിക്ക് 2 വെട്ടിക്കുടിക്കുവാനും 2-3 പൈനാപ്പിൾ കൊണ്ടുപോകാനും ഒരു ചക്ക കൊണ്ടുപോകാനും അദ്ദേഹം കോട്ടപ്പടിയിൽ നിന്ന് 10-20 കിലോമീറ്റർ ദൂരെ വന്നിരിക്കുകയാണ്. 35 കിലോമീറ്റർ അല്ലേ? ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ പഴഞ്ചക്ക നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇതങ്ങ് വച്ചോ. ഒരു 8-7 വരില്ലേ? ഇല്ലേ? ആ വണ്ടി വീട്ടിലെത്തി. ഓക്കെ. ഇതേ രാജേഷ്, ഒരു കാരണവശാലും ഈ ചക്ക പുഴുങ്ങരുത്. ഇത് ഏകദേശം പഴമാണ്.